നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ക്ഷണം കിട്ടിയ മന്ത്രിമാരായ എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലാണ് ദേശീയപാതയുടെ ആദ്യ റീച്ചിൻ്റെ ഉദ്ഘാടനവും നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് നോട്ടീസിലുണ്ടെങ്കിലും റിയാസിനെ ഒഴിവാക്കുകയായിരുന്നു. പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാതിരുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രിക്ക് ക്ഷണമില്ലാത്തത് രാഷ്ട്രീയ വിഷയമാക്കാനാണ് CPM നീക്കം. ക്രെഡിറ്റ് ഒറ്റയ്ക്കേറ്റെടുക്കാനാണ് BJP ശ്രമമെന്നും വികസന പദ്ധതി രാഷ്ട്രീയ പരിപാടിയാക്കിയെന്നും CPM വിമർശിക്കുന്നു. ഭൂമി ഏറ്റെടുക്കലിനുൾപ്പെടെ പണം നൽകിയത് സംസ്ഥാന സർക്കാരാണെന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. ഇത്തരത്തിൽ തട്ടിക്കൂട്ടി ഉദ്ഘാടനം നടത്തേണ്ടതില്ലെന്നും LDF സർക്കാരിന് പകരം മറ്റൊരു സർക്കാരായിരുന്നെങ്കിൽ പദ്ധതി തന്നെ മുടങ്ങിപ്പോകുമായിരുന്നുവെന്നുമാണ് റിയാസിൻ്റെ പ്രതികരണം. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അടക്കമുള്ളവരെ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് ദേശീയപാത വികസനം. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെ 6 പാതയും കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങളം രാമനാട്ടുകര 6 പാതയുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതോടൊപ്പം മറ്റു പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി കൊച്ചിയിലെത്താനിരിക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായി ആരും പങ്കെടുക്കാത്തത് പുതിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയിട്ടുള്ളത്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണം 11ാം ദിവസം പിന്നിടുന്നതിനിടെ പാചകവാതക ക്ഷാമം സംബന്ധിച്ച് രാജ്യത്ത് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയരുന്നത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും ചെറു പട്ടണങ്ങളിലുമെല്ലാം LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമാവുകയാണ്. ഹോട്ടലുകളിലും വീടുകളിലും പാചകവാതക വിതരണം വൈകിയാൽ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ തന്നെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടി. സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞാൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടേണ്ടി വരുമെന്ന് കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. LPG സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനായി ബുക്ക് ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ കാത്തിരിപ്പ് കാലയളവ് 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു. ഇതിനൊപ്പം പെട്രോൾ ഡീസൽ വില വീണ്ടും ഉയരുമോ എന്ന ആശങ്കയുമുണ്ട്. സംഘർഷം ശക്തമായി തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആശങ്ക ശക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴി ദിവസേനയുള്ള നാവിക ഗതാഗതം ശരാശരി 138 കപ്പലുകളിൽ നിന്ന് 3 കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഇതോടെ എണ്ണ, LPG, LNG പ്രതിസന്ധി പല രാജ്യങ്ങളിലും രൂക്ഷമാവുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ്റെ ആക്രമണത്തെ തുടർന്ന് വരും ആഴ്ചകളിൽ എണ്ണവില ബാരലിന് $150 വരെ ഉയർന്നേക്കാമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ കയറ്റുമതി പൂർണ്ണമായും നിലക്കാൻ സാധ്യതയുണ്ടെന്നും ഖത്തർ ഊർജ്ജമന്ത്രിയും എനർജി ചീഫ് എക്സിക്യൂട്ടീവുമായ സാദൽ കാബി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെന്നൈ, ബംഗളൂരു, മുംബൈ നഗരങ്ങളിൽ LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളും എത്തുന്നത്. രാജ്യത്ത് മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ ആശങ്കാജനകമായ സാഹചര്യമില്ലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 25 ദിവസത്തെ അസംസ്കൃത എണ്ണ ശേഖരവും 25 ദിവസത്തെ ഉൽപ്പന്ന ശേഖരവും ഉണ്ടെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇന്ത്യയിൽ 1 ലക്ഷത്തിലധികം ചില്ലറ ഇന്ധന ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ 90,000 എണ്ണത്തിലധികം സർക്കാർ നടത്തുന്നവയാണ്. പാചകവാതക സ്റ്റോക്ക് ഏകദേശം 25 മുതൽ 30 ദിവസം വരെ ഉണ്ടാകും. ഏകദേശം 10 ദിവസത്തെ ദ്രവീകൃത പ്രകൃതിവാതകവും രാജ്യത്തിൻ്റെ ശേഖരത്തിലുണ്ട്. വിശാഖപട്ടണം, മംഗളൂരു, പാതൂർ എന്നിവിടങ്ങളിലെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ 5.33 ദശലക്ഷം ടൺ അസംസ്കൃത എണ്ണ സംഭരിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അതായത് ഏകദേശം 40 ദശലക്ഷം ബാരൽ എണ്ണ ഇത്തരത്തിൽ സംഭരിക്കാനാകും. ഈ ശേഖരത്തിൻ്റെ ഏകദേശം 80% ഇപ്പോൾ സ്റ്റോക്കുണ്ട്. അടിയന്തര സാഹചര്യം പരിഹരിക്കുന്നതിനായി ഇന്ത്യ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ നിർദ്ദേശിക്കപ്പെട്ട കരുതൽ ശേഖര നിലവാരം 90 ദിവസമാണ്. എന്നാൽ ഇന്ത്യയുടെ കരുതൽ അതിന് താഴെയാണ് എന്നതാണ് ആശങ്കാജനകമായ ഒരു കാര്യം. ഈ സാഹചര്യത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി തിങ്കളാഴ്ച അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ ഇറാനിലെ 10,000 ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായാണ് ഇറാൻ വെളിപ്പെടുത്തുന്നത്. ഇതുവരെ 1300 പൗരന്മാർ മരിച്ചതായും ഇറാൻ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെയും തെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിൽ വൻ ആക്രമണമാണ് നടന്നത്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ നിക്ഷേപിക്കുന്ന 16 ഇറാൻ ബോട്ടുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെട്ടിട്ടുമുണ്ട്. തെല്ലവീവിൽ തുടർച്ചയായി 3 മണിക്കൂറിലേറെ നേരമുണ്ടായ ഇറാൻ്റെ മിസൈൽ വർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. മധ്യസ്ഥ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും.
അതിനിടയിൽ സൗദി, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങൾക്ക് നേരെ വീണ്ടും ഇറാൻ്റെ മിസൈൽ ആക്രമണമുണ്ടായി. ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ 150-ലേറെ US സൈനികർക്ക് പരിക്കേറ്റതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരിൽ 8 പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടിലുണ്ട്. 8 അമേരിക്കൻ സൈനികരാണ് ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട്. യുദ്ധം ശക്തമായി തുടരുന്നതിനിടെ മേഖലയിൽ കനത്ത ആൾനാശമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇസ്രായേൽ നടത്തിയ വ്യാപകമായ വ്യോമാക്രമണങ്ങളിൽ ലബനനിൽ കുറഞ്ഞത് 486 പേർ കൊല്ലപ്പെട്ടതായാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ. കഴിഞ്ഞ ആഴ്ച സംഘർഷത്തിൽ കൊല്ലപ്പെട്ട 6 അമേരിക്കൻ സൈനികരുടെ വിവരങ്ങൾ പെൻറ്റഗൺ പുറത്തുവിട്ടിരുന്നു. ഇതിനിടെ US ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചും ഇറാൻ്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖാംനെയിക്ക് പിന്തുണ അറിയിച്ചും ഉത്തര കൊറിയ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണം നിയമവിരുദ്ധമാണെന്നും അപലപിക്കുന്നുവെന്നും ഉത്തര കൊറിയ വ്യക്തമാക്കുന്നുണ്ട്. മുജ്തബ ഖാംനെയിയെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്ത ഇറാൻ്റെ തീരുമാനത്തെ പോങ്യാങ് ബഹുമാനിക്കുന്നുവെന്ന് ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവിനെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.